الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها ബഹുമാന്യനായ അധ്യക്ഷൻ ഗുരുനാഥൻ അഹമ്മദ് അലി മദനി അവരുകളെ, വേദിയിലിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ദിശയും ആരോഗ്യവും നിർദ്ദേശവും നൽകി നയിച്ചുകൊണ്ടിരിക്കുന്ന സമുന്നതരായ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ രക്ഷ, സമാധാനം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു 20 പേർ കൂടി 2 വരിയായി ഒരു നാഷണൽ ഹൈവേയിലൂടെ ഒരു പ്രകടനം പോയാൽ 1000-ഓളം ആളുകൾ 2 വശങ്ങളിലായി ആ പ്രകടനത്തിന്റെ പിറകെ അണിനിരക്കും. കാരണം എന്താ? നിങ്ങൾ പറയും. എന്താവും? റോഡ് ബ്ലോക്കാവും. പക്ഷേ അതിലെ കടന്നു പോകുന്ന ഒരു വാഹനത്തിന് 1 മിനിറ്റ് പോലും ബ്ലോക്കില്ല. MSMനെ കടന്നു പോകുന്ന വഴിയെ 1 മിനിറ്റ് കാണുമ്പോൾ രക്ഷിതാക്കൾ ഓർക്കുക, എന്റെ മകനെ കൂടി മതമോ ജാതിയോ നോക്കാതെ ചിന്തിക്കും, അവിടെ എത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അതുപോലെ ആഗ്രഹിച്ച ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ മക്കളാണ് നമ്മൾ. ഒരു നാട്ടിൽ ഒരു പുലി ഇറങ്ങി. പുലിയെ പേടിച്ച് ആളുകൾ പുറത്തിറങ്ങാതെയായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വനം വകുപ്പ് ഒരുക്കിയ കൂട്ടിൽ പുലിയെ പിടിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമായി ആളുകൾക്ക്. 3 ദിവസം കഴിഞ്ഞപ്പോൾ കേട്ടു കൂട് പൊളിച്ച് പുലി പുറത്തു ചാടി എന്ന്. അതിനുശേഷം ആ നാട്ടുകാർ ഉറങ്ങാറില്ല. നമ്മൾ ആരെങ്കിലും പുലിയാണ് എന്നോ നമ്മളെ പുലിയെപ്പോലെ ഭയപ്പെടുന്നു എന്നല്ല, പുലിയേക്കാൾ ഉപരി നമ്മുടെ രക്ഷിതാക്കൾ ഭയപ്പെടുന്നത് നമ്മളെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നല്ല കാറ്റുള്ള, വെളിച്ചമുള്ള, ഭക്ഷണമുള്ള, ഇരിപ്പിടമുള്ള നല്ല ഒരു കൂട്ടിൽ എത്തിയിരിക്കുകയാണ്. അത് പൊളിച്ചു ചാടുന്നതിൻ്റെ മുമ്പ് നമ്മൾ കേൾക്കുക, നമ്മൾ ഉത്തമരാവുക, നമ്മൾ നല്ലവരായിത്തീരുക. വിശ്വാസത്തിൻ്റെ വിശുദ്ധി അത് കുറച്ചുകൂടെ ആളുകൾ കേൾക്കണം. കാരണം MSM വിത്ത് വതക്കുകയാണ് തൗഹീദിന്റെ.
ഇതിൽ കളങ്കമില്ല. 10,000-കണക്കിന് ആളുകളുടെ അശ്രാന്ത പരിശ്രമവും ബുദ്ധിയും പണവും ഉറക്കവും നടത്തവും പഠന സമയങ്ങളും നമുക്ക് ഈ കൂടാരമൊരുക്കാൻ വേണ്ടി പണിയെടുത്തിരിക്കുകയാണ്. ഒരു മാസം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളെ ഒരു പേപ്പറിൽ ഒതുക്കി എൻ്റെ അടുക്കൽ തന്നു. എന്നിട്ട് പറഞ്ഞു 35 മിനിറ്റ് അത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഓർത്തുപോയി ഇവിടെ വന്നവരുടെ വില. 1000-കണക്കിന് രൂപ കൊടുത്ത് വ്യത്യസ്ത കോഴ്സുകളിൽ പഠിക്കാനൊരുങ്ങിയ വിശ്വസ്തരായ നല്ല കുട്ടികൾ. ആ കുട്ടികൾ പഠനത്തിലെ സെക്കൻഡ് സാറ്റർഡേ എഴുതാനും വായിക്കാനും ഒക്കെ മാറ്റിവെച്ച വിലപ്പെട്ട സമയങ്ങളെ MSM ഇവിടെ കൊണ്ടുവന്നിരുത്തി 3.5 മണിക്കൂർ പ്രസംഗമായി പോകുന്നതിന് പകരം നിങ്ങളോടുള്ള ആദരവ് കൊണ്ട് 35 മിനിറ്റ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. നമ്മളുടെ വിശ്വാസത്തിന്റെ നന്മ അത് നമ്മളിലുണ്ടാകണം. ഒരു വീട് വാങ്ങാൻ വാപ്പ പറഞ്ഞു. നിങ്ങളും ഉമ്മയും കൂടി വീട് പോയി നോക്കി. വീടൊക്കെ നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തി. നല്ല പെയിന്റാണ്, നല്ല സൗകര്യങ്ങളുണ്ട്, ടൈലൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വീട് കച്ചവടമാക്കി അവിടെ താമസിക്കാൻ ചെന്നു. അയൽവാസികൾ പറഞ്ഞു, മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ വീട് നല്ല പെയിന്റ് അടിച്ച് മിനുക്കിയതായിരുന്നു, നിങ്ങളോട് ആരും പറഞ്ഞില്ലേ എന്ന്. നമുക്ക് നഷ്ടബോധം തോന്നി. നല്ല കുപ്പായമിട്ട് വർണ്ണശബളത്തോടുകൂടെ ഒരു പൂമ്പാറ്റ പറക്കുന്നത് പോലെ പാറിപ്പറന്ന് നടക്കുന്ന കുട്ടികളായ ഞാനും നിങ്ങളും. ഇതിന്റെ ഉള്ള് കളിമണ്ണിനേക്കാൾ ഉറപ്പുകെട്ടതാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന കച്ചവടത്തിന്റെ ദുഃഖമല്ല, എന്നത്തേക്കുമായി നഷ്ടം പറ്റിയ മക്കളെക്കുറിച്ചുള്ള ആശങ്ക. അത് ഇല്ലാതെയാവാൻ, അടിത്തറ പാകാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അടിത്തറ പാകുന്ന ഈ 3 ദിവസങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു. 2 ദിവസം ഏറ്റവും നല്ല അടിത്തറ ഉണ്ടാക്കിയെടുത്താൽ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അതിന്റെ മുകളിൽ ഉറച്ച ഭാരങ്ങളെ, ജീവിത ഭാരങ്ങളെ കയറ്റിവെച്ചാൽ തറ ഇളകുകയില്ല. ഉത്തമമായ ഒരു വീട് നമുക്ക് ഉണ്ടാകും. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മളെ കാണുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ കണ്ടുകൊണ്ട് കൺകുളിർമ ഉണ്ടാകുന്ന നമ്മളുടെ രക്ഷിതാക്കൾ നമ്മളെക്കുറിച്ച് പല ഉപമകൾ പറയാറുണ്ട്. എൻ്റെ മകൻ ഒരു പൂച്ച പോലെയാണ്, അതിലും എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരിക്കും. എൻ്റെ മകൻ ഒരു മുയല് പോലെയാണ് എന്ന് പറയുമ്പോൾ അതിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിരിക്കും. എൻ്റെ മകൻ മറ്റെന്തെങ്കിലും മൃഗ അടയാളമായി ചിലപ്പോൾ അവൻ പറയാൻ പറ്റാത്തത് ചിലപ്പോൾ പറഞ്ഞുവെന്ന് വരാം നമ്മളെക്കുറിച്ച്. കാരണം എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മളിലുണ്ടാകും. പക്ഷെ ഖുർആൻ പറഞ്ഞത് നല്ല വിശ്വാസമുള്ള അതിൻ്റെ ഒരു വാക്കിന്റെ വാചകത്തിന്റെ ഉപമ ഒരു മരം പോലെയാണ് എന്നാണ്. അല്ലെ, ഒരു മരം പോലെയാണ്. പല മരങ്ങൾ കാണാറുണ്ട് നമ്മൾ. ഉണങ്ങിയ മരം കാണാറുണ്ട്, റോഡ് വക്കിൽ വീണ് കിടക്കുന്ന മരം കാണാറുണ്ട്. പക്ഷേ ഏറ്റവും നല്ല വചനത്തിന്റെ ഉപമ കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു മരമാണത്. നല്ല ഒരു മരം എന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്തു നോക്കൂ. നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ രജിസ്ട്രേഷൻ സമയത്ത് തന്ന MSMന്റെ എംബ്ലം, ഒരു 15 സെക്കൻഡ് നിങ്ങൾ ആ എംബ്ലത്തിലേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു രേഖയിൽ MSM സമ്മേളനത്തിന്റെ ഒരു അടയാളമുണ്ട്. ആ അടയാളത്തിലേക്ക് ഒരു 15 സെക്കൻഡ് നിങ്ങളൊന്ന് നോക്കുക. എല്ലാ MSMകാരോടും MGMന്റെ വിദ്യാർത്ഥിനികളോടും പറയുന്നു, ആ എംബ്ലം ഒന്ന് നോക്കുക, ഒന്നുകൂടെ നോക്കുക. ഒന്നുകൂടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവും കയ്യിൽ, ആ എംബ്ലം, അതിലൊരു അടയാളമുണ്ട് MSMന്റെ. ഒന്ന് നോക്കുക, ഒന്നുകൂടെ നോക്കുക, ഒന്നുകൂടെ നോക്കുക. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം നോക്കി, വീണ്ടും നോക്കി, വീണ്ടും നോക്കി. MSMന്റെ നമ്മളുടെ നേതാക്കന്മാർ നമുക്ക് വരച്ചു കാണിക്കുന്ന ആഗ്രഹങ്ങളുടെ വലിയ ഒരു ഗോപുരമാണത്, ഒരു പേന. അള്ളാഹു മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചവൻ. പുറത്തതാ വായിക്കാൻ ഒരു പുസ്തകം. ചിലപ്പോൾ നമുക്കൊക്കെ അത്ഭുതം തോന്നും, ഇതൊക്കെ എന്നോ കണ്ട് മറന്നതാണ് അല്ലേ? പക്ഷെ അത് ഓർക്കാൻ. അപ്പുറം അതാ 2 വര കാണുന്നു, ട്രാഫിക് സിഗ്നലാണ്, അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ആ സഞ്ചാരപാതയിൽ
40 വർഷം പൂർത്തിയായി നിൽക്കുന്ന ഏറ്റവും നല്ല ഐശ്വര്യസമ്പന്നമായ 40ാം വാർഷികത്തിന്റെ സുദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ വായിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ നമ്മൾ നല്ലവരായിത്തീരണം. ആ ഒരു മരമാകണം. അത് ഏറ്റവും ഉറച്ച മരമാകണം. തടിച്ച ഒരു മനുഷ്യൻ ഒരു തുള്ളി ചോര കണ്ടപ്പോൾ ബോധം കെട്ടു വീണാൽ നമ്മൾ അയാളെ നോക്കുക, എന്തിനാണ് ഈ തടിയൊക്കെ എന്നാണ്. അതുകൊണ്ട് കാര്യമില്ല, നല്ല കരുത്തുണ്ടാകണം. ആ കരുത്തിന് സ്ഥാപിത്തുൻ ഉറച്ചതായ ഒരു അതിൻ്റെതായ തടി ഉണ്ടാകും. ആകാശത്ത് വിശാലമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന റോഡ് വക്കിളിൽ ചീനി മരങ്ങൾ. മലപ്പുറം ജില്ലയായതുകൊണ്ട് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അതിന്റെ ചുവട്ടിൽ കുറെ ആളുകൾ വിശ്രമിക്കും. അതിന്റെ ചുവട്ടിൽ കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാകും. പോകുന്ന വാഹനങ്ങൾ അല്പം വിശ്രമത്തിന് അവിടെ ഇരിക്കും. ആ മരത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ വലിയ ആശ്വാസമാണ്. ഇരിക്കുന്ന MSMന്റെ മക്കളായ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, രക്ഷിതാക്കളുടെ മക്കളാണ്. വിശാലമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരമാകണം. ഇതൊന്നും വളർന്നാ പോരാ. ഇനിയും വിജ്ഞാനം നമ്മൾ വേരുകളിലൂടെ നമ്മൾ ശേഖരിക്കണം. വേറെ മരങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിൽ നിന്ന് കായകളൊന്നും ഉണ്ടാവില്ല. വെറും തണൽ മരങ്ങൾ. പക്ഷേ തണലും കിട്ടണം, അതിൽ നിന്ന് ഫലവും കിട്ടണം. ഫലം എപ്പോഴെങ്കിലുമൊക്കെ മതിയോ? ഏതെങ്കിലും ഒരു മാസത്തിൽ, ഏതെങ്കിലും ഒരു വർഷത്തിൽ, 4 മാസം കൂടുമ്പോൾ, 8 മാസം കൂടുമ്പോൾ അല്ല. എല്ലാ കാലത്തും അതിൽ നിന്ന് പഴം കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു മരമാകാൻ റബ്ബ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ആഗ്രഹം നിങ്ങളോട് പറയുകയാണ്. ഈ വീടുകളുടെ പൂമുഖത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ഇവിടെ വിശാലമായ ഒരു പന്തലിൽ ശാന്തമായി ഇരിക്കുന്ന പൊന്നുമക്കളോട് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹത്തോട് പറയുന്നു, നല്ല മരങ്ങളായി തീരുക. ആ മരങ്ങൾ വിശ്വാസമുള്ളവരാകണം. ഒരു നല്ല മനുഷ്യൻ കൂടി ആവുക. മരമാവുക എന്ന് പറഞ്ഞാൽ ഉണർന്നു നിൽക്കുന്നൊരു മരമല്ല. നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ എന്തു വേണം? ചില ആളുകളെയൊക്കെ ചൂണ്ടിക്കൊണ്ട് പറയാറുണ്ടല്ലോ, അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന്. അല്ലെ? എന്താ കാരണം? നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ചൂണ്ടിക്കാണിച്ച ഞാൻ വേറൊരു മൃഗമാണ് എന്നാണോ? അല്ല. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാൾ ഒരു നല്ല മനുഷ്യനാണ്, അയാളിൽ ഒരുപാട് നന്മയുണ്ട്. ആ നന്മ ഏതൊക്കെ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് അയാളിലുള്ള നന്മ നമ്മിലായിക്കൂടാ? സർ, ഇവൻ നല്ല പഠിക്കണ കുട്ടിയാണ്, അപ്പൊ നിനക്ക് പഠിക്കണ്ടേ? പഠിക്കണം. എന്താ പഠിക്കാത്ത? അല്ല, ഞാൻ പഠിക്കും. എന്ന് പഠിക്കും? ഞാൻ ജനുവരി പഠിക്കും. എന്നിട്ട് തുടങ്ങിയില്ലല്ലോ. ഇല്ല, ഞാൻ മാർച്ച് 1-ാം തീയതി തുടങ്ങും. അങ്ങനെ തുടങ്ങി അവസാനം പരീക്ഷയുടെ റിസൾട്ട് വന്ന് പരാജയം ഉറപ്പാക്കിയാൽ തുടങ്ങുന്ന കുറെ കുട്ടികളുണ്ട്. MSMകാർ അവിടെയല്ല ഉള്ളത്. വേഗത്തിൽ ആരംഭിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നല്ല മനുഷ്യനാകാൻ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ നല്ല സോപ്പ് കൊണ്ട് കുളിച്ച്, നല്ല ഒരു പേസ്റ്റ് എടുത്ത്, നന്നായൊരു ബ്രഷ് എടുത്ത് പല്ല് തേച്ച്, വൃത്തിയായി നല്ല ഭക്ഷണം കഴിച്ച്, ഇന്നത്തെ ആധുനിക യുഗം പറയുന്നത് എക്സിക്യൂട്ടീവ് ലുക്കിൽ കയറി ഒരു വാഹനം സ്റ്റാർട്ടാക്കി പോകുന്നു. വഴിയിൽ വെച്ചൊരുത്തനെ കാണുമ്പോൾ ലഭ്യമായ വൃത്തികെട്ട വാക്ക് പറയുന്നു. അവൻ ചോദിക്കും, എന്തിനാടാ ആ കുപ്പായത്തിനെ പറയിപ്പിക്കണേ? എന്തിനാ ആ പാന്റിനെ പറയിപ്പിക്കണേ? നല്ലൊരു കമ്പനിന്റെ കാറാത്, അതിലിരുന്നാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, നമ്മളുടെ ലുക്കല്ല, അള്ളാഹുവിന്റെ ലുക്കുണ്ട്. എങ്ങോട്ടാണത്? അള്ളാഹു എങ്ങോട്ടാണ് നോക്കുക? നമ്മളുടെ വസ്ത്രത്തിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. എന്റെ ശരീരത്തിലേക്ക് അള്ളാഹു കാര്യമായി നോക്കിയിരുന്നുവെങ്കിൽ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അള്ളാഹു നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്ത്രം നന്നാക്കണ്ട എന്ന് പറഞ്ഞില്ല, തടി നന്നാക്കണ്ട എന്ന് പറഞ്ഞില്ല. ആളുകളൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക് തടി കേടാക്കണ്ട എന്നല്ലേ. അതിനും ചില യുക്തികളുണ്ട്. അപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചു മനസ്സ് നന്നാക്കുക എന്ന്. അതിന് പറഞ്ഞു ഇന്ന ഫിൽ ജസ്സദി മുളുഗ, ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്. ശരീരം നന്നായാൽ നിങ്ങൾ നന്നായി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും എന്നോ സ്വർഗത്തിലെത്തിപ്പെട്ടേനെ. പക്ഷെ പോരാ,
ഇന്ന ഫിൽ ജസദി മുളഗ, ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്. ഫഇദാ സലഹത്, അത് നന്നായാൽ സലഹൽ ജസദ് കുല്ലു, നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി. മുഴുവൻ നന്നായി, എവിടെയെന്നോ ഇല്ല, എല്ലാം നന്നായി. ഫഇദാ ഫസദത്, അത് മോശമായാൽ, അത് മ്ലേച്ഛമായാൽ ഫസദൽ ജസദ് കുല്ലു, നിങ്ങളുടെ ശരീരം മുഴുവൻ മോശമായിരിക്കുന്നു എന്നാണ്. അത് നമ്മളുടെ ഹൃദയത്തിന് അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. നല്ല കുട്ടിയാവണം, നല്ല കൂട്ടുകാരനാകണം, നല്ല മോനാകണം. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ തിങ്കളാഴ്ചയെങ്കിലും നീ ഒരു നല്ല മോനായി രണ്ടത്താണിയിൽ നിന്ന് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം തന്നെ തോന്നി രണ്ടത്താണിക്ക് പോകാതെ തന്നെ നന്നായിക്കൂടെ? നന്നാകാം. പക്ഷെ ഒന്നുകൂടെ എനിക്കറിയേണ്ട കാര്യങ്ങൾ അറിയണം, അതിനാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ നന്നാവണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നി, ഞാൻ ഉമ്മയെ ചീത്ത പറയാൻ പാടില്ല, ഞാൻ ഉപ്പയെ ചീത്ത പറയാൻ പാടില്ല, ഞാൻ സുബഹി നേരത്തെ നിസ്കരിക്കണം, ഞാൻ എൻ്റെ ഗുരുനാഥനോട് നല്ല നിലയിൽ വർത്തിക്കണം, എൻ്റെ അയൽവാസിയോട് ഞാൻ നല്ല നിലയിൽ പെരുമാറണം, എൻ്റെ കൂട്ടുകാരനെ ഞാൻ സ്നേഹിക്കണം, എൻ്റെ അനുജനെ ഞാൻ നോക്കണം, എൻ്റെ അനുജത്തിയെ ഞാൻ പരിപാലിക്കണം. അപ്പൊ 5 മിനിറ്റ് നിന്നു. ഉമ്മ ചോദിച്ചു, എന്താ മോനെ ചിന്തിക്കണേ? അല്ല, നന്നാവേണ്ടത് എങ്ങനെയാകണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ നിനക്കറിയില്ലേ, നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു അറിവ് കൊടുത്തിട്ടുണ്ട്, എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും. അതുകൊണ്ട് പഠിച്ചത് നല്ലത് അള്ളാഹു നമ്മളുടെ ഹൃദയത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്, അത് നമ്മളുടെ ഹൃദയത്തിന് കൊടുത്തിട്ടുണ്ട്. ആ ഹൃദയം അത് നിർവഹിച്ചുകൊള്ളും. ഹൃദയമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. നന്മയുടെ നിറകുടങ്ങളായി മാറണം നമ്മൾ. നിറകുടം എന്തു ചെയ്യുകയില്ല? തുളുമ്പുകയില്ല. പക്ഷേ സ്വഭാവത്തിന്റെ നിറകുടം അത് തുളുമ്പണം, അത് പുറത്തേക്ക് ഒഴുകി വരണം, അതിന് പുറത്തേക്കുള്ള ഒഴുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്തിന്? നമ്മൾ നല്ല കുട്ടിയാകുന്നത്, നമ്മൾ നല്ലവരാകുന്നത് അടുത്ത തലമുറ നമ്മളെ കണ്ടുപഠിക്കുകയാണ്. അനുജൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ ഇക്കാക്കയെ പോലെ ആയാ മതിയോ? ഉമ്മ പറഞ്ഞു, മോനെ ദയവ് ചെയ്ത് അങ്ങനെ ആകരുത് എന്ന്. അല്ലേ, അങ്ങനെ അല്ലല്ലോ പറയേണ്ടത്, മോനെ നീ ഇക്കാക്കയെ പോലെ ആയാൽ. മോള് പറയുന്നു, അനുജത്തി ചോദിക്കുന്നു എൻ്റെ ഉമ്മയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയോട്, ഉമ്മ ഞാൻ ഇത്താത്തയെ പോലെ ആയാൽ മതിയോ? മോളെ പോരാ, അതുപോലെ ദയവ് ചെയ്ത് ആകരുത്, പക്ഷേ ആകണം എന്നാണ് പറയേണ്ടത്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, ഒരു മധ്യമ സമൂഹമായി, ഉത്തമ സമൂഹമായി അള്ളാഹു നമ്മളെ ലോകത്തേക്ക് അയച്ചിരിക്കുക. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങളുടെ മേൽ ജനങ്ങൾക്ക് എന്താണ്? സാക്ഷിയാവണം. നമ്മളെ കാണുന്ന, സ്കൂളിലേക്ക് പോകുന്ന, മദ്രസയിലേക്ക് പോകുന്ന നമ്മളെ കാണുമ്പോൾ തൊട്ടടുത്ത കുട്ടിയോട് ഉമ്മ പറയുന്നു, മോനെ നീ സാഫിന്റെ കൂടെ പോയിക്കോ, ഷാഫിയുടെ കൂടെ പോയിക്കോ, അല്ലെങ്കിൽ അബ്ദുൽ ഹമീദിന്റെ കൂടെ പോയിക്കോ, അവൻ നല്ലവനാണ്. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് കാണുമ്പോൾ തൊട്ടയൽപ്പക്കത്തെ കുട്ടി ഉമ്മയോട് വിളിച്ചു ചോദിക്കുന്നു, ഉമ്മ ഞാൻ ഷാഫിയുടെ കൂടെ പോട്ടെ? പോണ്ട മോനെ, നീ സ്കൂളിൽ പോയില്ലെങ്കിലും വേണ്ടില്ല, അവന്റെ കൂടെ നീ പോകേണ്ടതില്ല. അങ്ങനെയല്ല, ശുഹദ സാക്ഷിയാവണം, അവന്റെ കൂടെ പോകണം, അവന്റെ കൂടെ ഇരിക്കണം, അവന്റെ കൂടെ പഠിക്കണം, അവൻ പഠിക്കുന്നത് പോലെ പഠിക്കണം, അവൻ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കണം, അവൻ പള്ളിയിൽ പോകുന്നത് പോലെ പോകണം, അവൻ വായിക്കുന്നത് പോലെ വായിക്കണം, അവൻ പഠിക്കുന്നത് പോലെ പഠിക്കണം. ഓരോ നാട്ടിലേക്കും വെളിച്ചമാകാൻ, വിളക്കുമായി വിളക്കിൽ തിരികൊളുത്താൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട MSMന്റെ കുട്ടികൾ, അള്ളാഹുവിന്റെ അടിമകൾ, സൃഷ്ടാവിന്റെ അടിമകൾ, ദീനുൽ ഇസ്ലാമിന്റെ മക്കൾ, സ്വഭാവം നന്മ, അത് തന്നെയാണ് പ്രധാനം. ഈ സമൂഹത്തിന് ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നത് അല്ലെ, സ്കൂളുകളിലും ക്യാമ്പസിലുമൊക്കെ പോയി ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി ചില്ല് പൊട്ടിച്ച് KSRTCക്ക് ഉടച്ച് അല്ലെ, ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് കേട്ടപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരു ചെയർ ഉദ്ഘാടനത്തിന് വന്ന വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഇങ്ക് ലാബിലും സിന്ധ് ബാദിലും ഇന്ത്യ തോട്ടിലും എന്ന്. നോക്കൂ നിങ്ങൾ, ഇങ്ക് ലാബിലും സിന്ധ് ബാദിലും വിദ്യ തോട്ടിലും, ഇതാകും മക്കളെ നിങ്ങളുടെ കഥ എന്ന്. MSM അത്തരത്തിലുള്ളൊരു മുദ്രാവാക്യവുമായി ഇറങ്ങിയിട്ടില്ല. അറിവ് സമാധാനത്തിന്, അറിവ് നേടുമ്പോൾ സ്വഭാവം ഏറ്റവും ഉള്ളതാകും. ചെറിയ ഒരു ഭാരം പേറാൻ നമുക്ക് കഴിയില്ല, പക്ഷേ നമ്മളുടെ കയ്യിലുള്ളത് സ്വഭാവങ്ങളുടെ ഭാരമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ
ഏറ്റവും കൂടുതൽ നമ്മളുടെ കർമ്മങ്ങളുടെ ത്രാസിൽ ഘനം തൂങ്ങുന്നത് അത് നമ്മളുടെ സ്വഭാവമാണ്. സ്വഭാവം എന്നാൽ സ്വന്തം ഭാവം എന്നാണ്, അല്ലെ? ഇന്നലെയും ചിലപ്പോൾ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ടാകാം, ഉപ്പ എന്റെ സ്വഭാവം അറിയാലോ നിങ്ങൾക്ക്. ഉപ്പ പറഞ്ഞു, എനിക്കറിയാം എന്റെ സ്വഭാവം. അതല്ല, എന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? എനിക്കറിയാം, നല്ല സ്വഭാവമല്ലേ, നീ ഒരു നല്ല കുട്ടിയല്ലേ. നല്ല കുട്ടിയുടെ സ്വഭാവം ആരുടെ സ്വഭാവമായിരിക്കും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന്. നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്, പടച്ചോ നമ്മളുടെ ഉടമയാണ്. ആ ഉടമസ്ഥന്റെ മുമ്പിൽ നമ്മൾ നല്ല സ്വഭാവക്കാരാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലും നമ്മൾ ആരായിരിക്കും? നല്ല സ്വഭാവമായിരിക്കും. റസൂലിന്റെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടില്ലേ? ഒരുപാട് ഹദീസുകൾ കേട്ടില്ലേ? ആ നബിയുടെ അടുത്തിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഏറ്റവും അടുത്തിരിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെത്തിയിട്ട് അവിടെ ഏറ്റവും അടുത്തിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹമുള്ളവൻ ഏറ്റവും നല്ല സ്വഭാവക്കാരനാകട്ടെ എന്നാണ്. ഏറ്റവും നല്ല സ്വഭാവക്കാരനാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു നല്ല രൂപത്തിലാ സൃഷ്ടിച്ച. മൂക്ക് വെക്കേണ്ടടുത്ത് വെച്ചു, ചെവി വെക്കേണ്ടടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ണ് വെക്കേണ്ടടുത്ത് വെച്ചിട്ടുണ്ട്. ആർട്ട് അതൊക്കെ മെഷീന്റെ പുറത്ത് വെച്ചിക്കണമെങ്കിൽ ഓപ്പറേഷന് സുഖമാകുമായിരുന്നു. പക്ഷെ എപ്പോഴും തട്ടിമുട്ടി ചോരൊലിക്കായിരുന്നു. അതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. വൃക്ക ഒന്ന് ചിലപ്പോൾ വീക്കാകാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ടെണ്ണം ഒന്ന് എക്സ്ട്രാ ഫ്രീ ആയിട്ട് ആരും ചോദിക്കാതെ തന്നിട്ടുണ്ട്. എല്ലാം നല്ല രൂപത്തിലാണ്. പടച്ചവനോട് പറയാ, പടച്ചവനെ ഈ എന്നെ സൃഷ്ടിച്ച് ഞാൻ കണ്ണാടിക്ക് നോക്കുമ്പോ എന്തോ ഒരു നല്ല കുഞ്ഞാണ് ഞാൻ, എന്തോ ഒരു സുമുഖനാണ് ഞാൻ. പക്ഷെ എന്റെ സ്വഭാവം പുറത്തെടുത്ത് വെച്ച് നോക്കുമ്പോ ആർക്കും പറ്റൂല. വൃത്തികെട്ട ഒരു മാർക്കറ്റ് ചെന്ന പോലെയാണ്. അതുകൊണ്ട് പടച്ചവനെ എന്നെ സൃഷ്ടിച്ചതുപോലെ എന്റെ സ്വഭാവത്തെ കൂടി നീ ആക്കണേ. എന്താണ്? അല്ലാഹുവേ, നീ എന്നെ നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു. കണ്ണാടിക്ക് നോക്കുന്നത് അതിനാണ്, അല്ലാതെ കോലക്കേടുണ്ടോ നോക്കാനല്ല. കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കോളേജിലൊന്നും ആരും ശ്രദ്ധിക്കണില്ലെങ്കിൽ മുട്ടയൊക്കെ അടിച്ച് ആകെ എരപ്പാക്കി ഒരു ഭാഗമൊക്കെ വടിച്ച് എല്ലാവരും ശ്രദ്ധിക്കട്ടെ എന്ന്. പക്ഷേ നന്നായി ശ്രദ്ധിക്കാൻ സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയുമുണ്ട്. അത് സുപ്രസിദ്ധിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കുപ്രസിദ്ധിയുണ്ട്, അല്ലെ? മഹാത്മാഗാന്ധി ലോകത്തിൽ അറിയപ്പെടുന്ന സമാധാന സ്നേഹിയാണ്. ഒരുപാട് കാലത്തെ ജീവിതം കൊണ്ടാണ് സൽപ്പേരുണ്ടാക്കിയത്. അദ്ദേഹത്തെ വെടിവെച്ചുകൊണ്ട് ഗോഡ്സെ ഒരു സെക്കൻഡ് കൊണ്ട് പ്രസിദ്ധി ഉണ്ടാക്കി. പക്ഷേ അത് സുപ്രസിദ്ധിയല്ല, അത് കുപ്രസിദ്ധിയാണ്. നമ്മൾ നാട്ടിൽ ചോദിച്ചാൽ നമ്മൾ നല്ലവരാകണം, നമ്മളുടെ കൂട്ടുകെട്ട് നല്ലതായി തീരണം, നമ്മൾ വാക്കുച്ചരിക്കുന്നവരാകണം, നമ്മൾ സംസാരിക്കണം. പ്രിയപ്പെട്ട കുട്ടികൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട MGMന്റെ വനിത കുട്ടികൾ, ഓർക്കുക, നമുക്ക് അല്ലാഹു നാവ് തന്നിട്ടുണ്ട്, നമുക്ക് വായ തന്നിട്ടുണ്ട് തിന്നാൻ. കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. എന്നെ വീട്ടിൽ ഒന്നും മിണ്ടാറില്ല. ക്ലാസ്സിൽ അധ്യാപകൻ സ്കൂളിലേക്ക് വരുത്തി ഉപ്പയെ. എന്തിനായിരുന്നു? അവൻ ക്ലാസ്സിൽ സംസാരിച്ചിട്ടൊരു രക്ഷയില്ല എന്നാണ്. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുക. വീട്ടിലൊന്നും മിണ്ടാത്ത ഉപ്പ മാനസിക രോഗ വിദഗ്ധന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ ചീട്ടെടുത്തിട്ടുണ്ടാകും. റസൂലുള്ള പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ, ഫൽയഖുൽ ഖൈറൻ, നിങ്ങൾ നല്ലത് പറയുക, ഔലിയസ്മുത്, നല്ലതൊന്നും പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. അത് തന്നെയാണല്ലോ നല്ലത്. അപ്പൊ നമുക്കൊന്നും നല്ലത് പറയാൻ അറിയില്ലേ? നല്ലത് പഠിച്ചു വെക്കുക. ഞങ്ങളുടെ ഗുരുനാഥൻ അധ്യാപകൻ, അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ കവിത പഠിച്ചു വെക്കുക. എന്നാൽ അഥവാ തെറി പറയണമെന്ന് തോന്നുമ്പോൾ ഒരു നല്ല കവിത ചൊല്ലാമല്ലോ എന്ന്. അത് ആ അധ്യാപകൻ ഒരു ഹിന്ദുവായ സഹോദരനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കവിതകൾ ഒരുപാട് അർത്ഥവത്തായ ചില ഭാഗങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകം എടുത്തു തന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടത് സൂചിപ്പിച്ചതാണ്. നല്ല വാക്കു പറയണം, ഉമ്മയോട് പറയണം, സത്യമേ പറയൂ. ഈ നാവ് എന്തൊരു നല്ല നാവ്, എന്തൊരു നല്ല വായ, അല്ലേ? ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച പേസ്റ്റിന്റെ പരസ്യം അടുത്തിടെ വായിക്കാൻ കാരണമായി പത്രത്തിൽ നിന്ന്. ഇതാ, പല്ലിനും നല്ലത്, വാക്കിനും നല്ലത്. ആ പേസ്റ്റ് കൊണ്ട് എത്ര പല്ല് തേച്ചു, എത്ര കുട്ടികളും എത്ര ആൾക്കാരും. പക്ഷെ പല്ല് നന്നായി എന്നല്ലാതെ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ MS എമ്മുകാർക്ക് കഴിയും. നല്ല വാക്ക് പറയാൻ,
ഇന്നസ്സുദഖ യദ്ഹദി ഇലൽ ബിർർ. നിങ്ങൾ സത്യം പറയുക. സത്യം പറഞ്ഞാൽ അടി കിട്ടും, സത്യം പറഞ്ഞാൽ പുറത്താക്കും, സത്യം പറഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടിരും, ഇന്നെ വീട്ടിൽ കയറ്റൂല, അതൊക്കെയാണ്. പക്ഷേ അസത്യം പറഞ്ഞാൽ സ്വർഗപ്രവേശനമില്ല. ഇന്നസ്സുദഖ യഹ്ദി ഇലൽ ബിർർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സത്യം പറയുക, അത് നിങ്ങൾക്ക് നന്മയിലേക്ക് വഴി നടത്തും. ചിലപ്പോ ഒരടിയൊക്കെ കിട്ടിയെന്ന് വരും അല്ലേ, വലിയതായിട്ട് പോലീസിന്റെ അടുത്തുനിന്ന് ജീപ്പിൽ കയറ്റിട്ടിട്ട് പൊതിരെ കിട്ടുന്നതിനേക്കാൾ നല്ലത് വാപ്പന്റെ അടുത്തുനിന്ന് ഇടക്കൊക്കെ ഓരോന്ന് കിട്ടുന്നതാണ്. ഉമ്മന്റെ അടുത്തുനിന്ന് കിടക്കിടക്ക് കിട്ടുക, അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ നമ്മളെ പിറകെ കൂടി അടിക്കും. അതിന്റെ മുമ്പേ ചെറിയ ചെറിയ അടിയൊക്കെ വാങ്ങി വലിയ വലിയ നല്ല കുട്ടികളാകാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മളുടെ കളവ് വാക്കുകളെ ഒഴിവാക്കുക. നമ്മൾ നമ്മുടെ കൂട്ടുകാരാണ് അല്ലേ. തൊട്ടടുത്തിരിക്കുന്നവനെ പരിചയപ്പെട്ടോ? നിങ്ങളൊക്കെ പരിചയപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ ക്ലാസിന്റെ സമയമല്ല. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഒരു സെഷൻ തീർന്ന് അടുത്ത സെഷന്റെ കഴിയുന്ന ഉച്ചക്ക് നിസ്കരിക്കും, ഭക്ഷണം കഴിക്കും. നോക്കൂ, നിങ്ങൾ എല്ലാം ഒരു ആലയത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഓരോ വീട്ടിൽ ഒരാൾക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെറിയ ചെറിയ സൗകര്യങ്ങളാക്കി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. കൂട്ടുകാരനോട് ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? തിരിച്ചു ചോദിക്കുന്നു, നിന്റെ പേരെന്താ? എന്തൊരു നല്ല സുഹൃത്ത് അല്ല. ഉടൻ ചോദിച്ചു, നീ നിസ്കരിച്ചോ? ഇല്ല, ഞാൻ ഒന്നു എടുക്കാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മുടെ കോളേജിലേക്ക് പോകുന്നു. മോനെ, ഇന്ന് ഉപ്പനെ ചീത്തറിഞ്ഞോ? ഇല്ല. അതെന്താ എനിക്ക് പറയാ? ഇന്ന് ഉമ്മനടിച്ചോ? ഇല്ല, ഉമ്മനടിച്ചില്ല. ഇന്ന് ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ ഈ കട്ട് ചെയ്യാത്തത്? അപ്പൊ ഇന്ന് ഈ കുട്ടി ഇങ്ങനെ ചോദിക്കുന്ന നല്ല കൂട്ടുകാരൻ, നാളെ നേരെ തിരിച്ചു ചോദിക്കുന്ന കൂട്ടുകാരൻ. അതെങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നല്ല കൂട്ടുകാരനെ സ്വീകരിക്കുക. അതിന് നല്ല കൂട്ടുകാരനെ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ആരാകണം? ചോദിക്കൂ, നിങ്ങളോട് ചോദിക്കൂ, ഞാൻ ആരാകണം? നല്ലവനാകണം അല്ലെ. നല്ല കൂട്ടുകാരനെ സ്വീകരിച്ചവൻ അത്തർ വിൽപ്പനക്കാരനെ കിട്ടിയതുപോലെയാണ്. എങ്ങനെ? കസ്തൂരി വിൽപ്പനക്കാരനെ കിട്ടിയതുപോലെയാണ്. ചന്ദനം ചാരിയാൽ ഒന്നും മണക്കൂല, ചന്ദനം മണക്കും അല്ലെ. ചാണകം ചാരിയാലോ അല്ലെ. നമ്മളെ കാണുമ്പോൾ അടുത്തിരിക്കുന്ന അധ്യാപകൻ തൊട്ടടുത്തിരിക്കുന്നവനോട് ഇവിടെ മാറിയിരുന്ന, ചന്ദനം ചാരിയാ ചന്ദനം മണക്കൂ, ചാണകം ചാരിയാ ചാണകം മണക്കൂ. നമ്മൾ മാഷെന്തോ പറഞ്ഞു? മാഷ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മളോടല്ല, അവനോട് പറഞ്ഞതാ. നമ്മളോട് ഇത് പറയില്ലല്ലോ. MSM നിങ്ങളോടാണ് പറയുന്നത്. നമ്മൾ ചന്ദനമാകണം, നമ്മൾ നല്ല കൂട്ടുകാരനാകണം. നല്ലൊരു അത്തർ വിൽപ്പനക്കാരന്റെ അടുത്ത് പോയി ഇരുന്നാൽ മതി. നിങ്ങളൊന്നും വാങ്ങണ്ട. അയാൾ എന്തത് ദത്തറ ഒക്കെ ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് തൊട്ടുവെപ്പിച്ചു, വാങ്ങൊന്നും വേണ്ട, 4 തൊട്ടുവെപ്പിച്ചു. അത് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും. അപ്പൊ ഇവിടെയും വാസന. അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ ചോദിക്കുന്നു, കുളിച്ചു അല്ലേ? അല്ല, ഞാൻ കുളിച്ചില്ല, ഞാനൊരു അത്തർ വിൽപ്പനക്കാരന്റെ അടുത്ത് പോയിരുന്നതാണ്. ചീത്ത കൂട്ടുകാരൻ ഒരു ആലയിൽ ഊതുന്നവനെ നിങ്ങൾക്ക് കിട്ടിയതുപോലെയാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ കൂട്ടുകാർ പലപ്പോഴും ആലയിൽ ഊതുന്നവനെ പോലെയായിരിക്കും. നമ്മളുടെ ശരീരത്തിലേക്കാണ് ഉപദ്രവങ്ങൾ വരുന്നതെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഡോക്ടർ ചോദിക്കും, കാര്യാകെ പോക്കാണല്ലോ, ഹാർട്ട് ഒട്ടയിക്കണ്, വൃക്ക ഓട്ടയിക്കണ്, കുടലോട്ടയിക്കണ്, ആമാശയ ഓട്ടയിക്കണ്. പിന്നെ ഇതൊക്കെ മനസ്സിന് ബാധിക്കുന്നുണ്ട്. അത് സ്കാൻ ചെയ്യാനുള്ള മിഷ്യൻ തൽക്കാലം ഇപ്പൊ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എവിടെയും സ്കാൻ ചെയ്ത് നോക്കുന്നില്ല. അതുകൊണ്ട് ആലയിൽ ഊതുന്നവന്റെ അടുക്കൽ പോയിരുന്നാൽ തുണി കേടാകും, നമ്മളുടെ വസ്ത്രം ഓട്ടയാകും. അത് നമുക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. നമ്മളുടെ നല്ല സ്വഭാവക്കാരാകണം അല്ലെ, നല്ല സ്വഭാവക്കാരനാകണം അല്ലെ. ഒരാൾ ചോദിക്കുന്നു നമ്മളോട്, കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, യെസ് ഓർ നോ ഉത്തരമേ പറയാവൂ എന്നാണ്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താ പറയാ, നീ കഴിഞ്ഞ വർഷമൊക്കെ ഉമ്മനോട് ചൂടായതുപോലെ ഇക്കൊല്ലം ചൂടാവാറുണ്ടോ? യെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചൂടായിരുന്നായി, പിന്നെ നോ എന്ന് പറഞ്ഞാൽ മുമ്പ് ചൂടായിരുന്നു എന്നായി. ഇപ്പൊ നമ്മൾ ഉത്തരമൊന്നും പറയില്ല. അങ്ങനെ പറയാൻ കഴിയുന്നതല്ലാതെ അല്ലെ. എന്നെ 9 മാസവും 14 ദിവസവും പേറി നടന്ന് 2 വർഷം കാലിൽ കിടത്തി കാഷ്ടിപ്പിച്ച് മൂത്രിപ്പിച്ച് അത് കഴിഞ്ഞ് വൃത്തിയാക്കി ഭക്ഷണം കോരിത്തന്ന് എനിക്കെന്റെ ഉടുപ്പിടിച്ച് എന്നെ പറഞ്ഞയക്കുന്ന എന്റെ മാതാവിനോട് ദേഷ്യപ്പെടാറുണ്ടോ എന്ന് ചോദിക്കുകയോ? നീ അത് ചോദിക്കാൻ പോലും പാടില്ല. കാരണം ആ ചോദ്യം പോലും നമുക്ക് പാടില്ലാത്തതാണ്. അത്തരത്തിലൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അല്ലേ. നിങ്ങളുടെ മകൻ, എന്റെ മോന കാടംപൂച്ച അവിടെ എവിടെങ്കിലും ഉണ്ടാവും. കാരണം തിന്നാൻ വേണ്ടി മാത്രം താഴത്തേക്ക് ഇറങ്ങി വരും, വേറൊന്നും മിണ്ടൂല്ല, പറയില്ല. പറയുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയാ പറയുള്ളൂ. അപ്പോ ഉപ്പ പിന്നെന്ത് പേര് വിളിക്കും നമ്മളെ?
അതുകൊണ്ട് കൊച്ചുമക്കളെ, കൊച്ചു മനസ്സുകൾ നന്നായി വളരുമ്പോൾ വലിയ വലിയ ലോക അറിയപ്പെടുന്ന ശാസ്ത്രകാരന്മാരും പണ്ഡിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ആകുമ്പോൾ സമൂഹം നമ്മളെ ഓർക്കുക അറിവ് സമാധാനത്തിന് എന്ന ഒരു പ്രമേയത്തിലൂടെ നമുക്ക് കിട്ടിയ വെളിച്ചം എന്നും നമുക്ക് ഓർക്കാനുണ്ടായിരിക്കും. വാക്കുകൾ അങ്ങോട്ടെത്തട്ടെ, അല്ലേ? ക്ഷമ കെട്ടുകൊണ്ട്, ക്ഷമയുടെ ഓപ്പോസിറ്റ് എന്താ? ക്ഷമന്റെ ഓപ്പോസിറ്റ് എന്താണ്? എപ്പോഴും അറിയണതല്ലേ, എപ്പോഴും ഉണ്ടാകണല്ലേ? എന്താണ്? കോപം, അല്ലേ? കോപം മടക്കിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. നെല്ലിക്ക തിന്നുമ്പോൾ ഒരു കയ്പുണ്ടാകും, അത് തിന്നു കഴിഞ്ഞ് പിന്നെന്ത് കുടിക്കും നമ്മള്? പിന്നെന്ത് കുടിക്കും? എന്ത് കുടിക്കും? വെള്ളം കുടിക്കും. എന്തിനാ വെള്ളം കുടിക്കുന്നത്? ദാഹിച്ചിട്ടാ? അല്ല, കുറച്ച് കഴിഞ്ഞാൽ ഒരു മധുരം വരാനുണ്ട്. പഞ്ചസാര തിന്നാത്ത എന്നാൽ കയ്പ് തിന്നതിന് ശേഷമുണ്ടാകുന്ന മധുരം, അത് വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ഇതുപോലെ നമുക്ക് ദേഷ്യമുണ്ടാകാൻ പാടില്ല, പകരം ക്ഷമയവലംബിക്കണം. ക്ഷമിക്കുക, എന്തും ക്ഷമിക്കുക. വിഷമമുണ്ടാകുമ്പോൾ ക്ഷമിക്കുക. വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. ഏത് സൂറത്തിലാ? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ച ആയത്തുകൾ ഏത് സൂറത്തിലാ? ഏത് സൂറത്തിലാ? സൂറത്തു ലുഖ്മാൻ. ലുഖ്മാനിൽ തന്റെ മകനെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്. ഉപ്പ നിങ്ങൾ ഉപദേശിക്കുന്നത് പോലെ മോനെ ക്ഷമിക്കുക, മോനെ ക്ഷമിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ക്ഷമിക്കുക. സഹോദരി, ക്ഷമിക്കുക. അസ്സബ്റു, അസ്സബ്റു പറഞ്ഞോളൂ, നിസ്ഫുൽ ഈമാൻ. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. അതിന് ഈമാൻ തന്നെ നമുക്കില്ലെങ്കിൽ പിന്നെ അതിന്റെ പൗതിയോട്ട് ഉണ്ടാവൂലല്ലോ. അപ്പൊ ഈമാൻ ഉണ്ടാകുന്ന, അതിന്റെ അർത്ഥത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, വിശ്വാസത്തിന്റെ മേന്മ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉടൻ ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ നന്നായി കേട്ട് നന്നായി ഉൾക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം അതിന്റെ മേന്മ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കുന്നു, നല്ല സ്വഭാവമാകുമ്പോൾ നമുക്കെന്തുണ്ടാകും? കുറേ കൂട്ടുകാരുണ്ടാകും. കുറേ കൂട്ടുകാർ, എണ്ണിയാലൊടുങ്ങാത്ത കൂട്ടുകാരുണ്ടാവും. മറ്റേത് ചിലപ്പോൾ ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കലുണ്ട്, 1ാം ക്ലാസ്സിൽ ഞാൻ ഒറ്റയായിരുന്നു, ആരും എനിക്ക് കിട്ടിയില്ല. 2ാം ക്ലാസ് പോയി നോക്കുമ്പോൾ അവിടെയും ആരുമില്ല, ഒക്കെ എന്നോട് തെറ്റിയിട്ടുണ്ട്. 3ാം ക്ലാസ്സൊന്നും ആരുമില്ല. 5ാം ക്ലാസ്സിനോ? 5ാം ക്ലാസ്സിന് UP സ്കൂളിൽ പോയി, അവിടെ അങ്ങനെ തന്നെ, അവിടെ ആരെയും കിട്ടിയില്ല. ഞാൻ ഒറ്റക്കായി. ഞാൻ എപ്പോഴും ഒരു ഒറ്റ കുറുക്കനായി. ഹൈസ്കൂൾക്ക് എത്തിയാലേലും ശരിയാവുന്നത്, അവിടെ ആരെയും കിട്ടിയില്ല. പിന്നെ +2 ആകുമ്പോഴേലും കിട്ടുന്നരുതി, കിട്ടി. എൻ്റെ മാതിരിയുള്ളൊരു 3 ആൾ എനിക്ക് കിട്ടി. അവരാർക്കും കണ്ടുകൂടാ. അങ്ങനെയൊക്കെ ആവുമ്പോൾ ചിന്തിക്കണ്ടേ, എൻ്റെ സ്വഭാവത്തിന് എന്തോ ഒരു മോശമുണ്ട് എന്നുള്ള. വിശ്വാസി ആരാകും? ഇണങ്ങുന്നവനാണ്. ഇണങ്ങിയാൽ ഉടനെ പിണങ്ങണം. നല്ല സുഹൃത്തുക്കളായി കോത്തുപിടിച്ച് പോണത് കാണാം, പിന്നെ കാണാം അടിച്ച് പിരിയുന്നു. എന്തേ? സോഡ വാങ്ങിത്തരാന്ന് പറഞ്ഞു, അത് വാങ്ങി തന്നില്ല. അതിന് സോഡക്കുപ്പി എടുത്തിട്ട് അടി, അല്ലേ? അൽ മുഅ്മിനു യഅ്ലഫു. വിശ്വാസി ഇണങ്ങുന്നവനാ, അവൻ പിണങ്ങൂല. ഒരുപാട് ഇണക്കങ്ങൾ ഉണ്ടാകണം, അല്ലെ? ഉമ്മ ചോദിക്കുന്നു, ആരാ വിളിച്ചു? ഉമ്മ, എന്റെ കൂട്ടുകാരനാണ്, അവൻ ഇന്ന് വരും, ഞങ്ങൾ ഇന്ന പള്ളിയിൽ നിന്ന് ദുഹർ നിസ്കരിക്കൂ, എന്നിട്ട് വീട്ടിക്ക് വരും. അപ്പൊ എപ്പോഴാ വരിക? എത്ര കൂട്ടുകാരുണ്ടാവും? 8 കൂട്ടുകാരുണ്ടാവും. നല്ല സന്തോഷമായി. ഉമ്മ കോഴിയൊക്കെ പൊരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുക. മോനെ എപ്പോഴാ വരിക? വന്നു കയറി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉപ്പ എവിടെ? ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ എല്ലാവരും ഇരിക്കി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു കട്ടൻ ചായയും കൊടുത്ത് ഇറങ്ങുമ്പോൾ അവർ, ഉമ്മ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഉപ്പ ഞങ്ങൾ ഇറങ്ങട്ടെ. അവരുപ്പയും ഉമ്മയൊന്നുമല്ല, എന്നിട്ട് അവരങ്ങനെ വിളിക്കുന്നു. അപ്പൊ നമുക്കും തന്നെ, ഞാൻ ഇതുവരെ എൻ്റെ ഉപ്പനെ ഇത്ര സ്നേഹത്തിൽ വിളിച്ചിട്ടില്ലല്ലോ. ഒരു നേരത്തെ ചോറും കോഴിയും കൊടുത്തപ്പോഴേക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയോട്, ഉമ്മ, ഉപ്പ, അപ്പോ അത്രയും കാലം ഈ ചോറ് തിന്ന ഞാൻ എങ്ങനെ വിളിക്കണം? അന്നു മുതൽ തുടങ്ങുന്നു. ഉപ്പ, എന്റെ മോനെ ഇന്നൊരു മാറ്റം ഒന്നുമില്ലപ്പ. ഒരു നേരം ചോറ് തിന്ന എൻ്റെ കൂട്ടുകാരൻ അഫ്സൽ, എൻ്റെ കൂട്ടുകാരൻ മുബീർ, എൻ്റെ കൂട്ടുകാരൻ സക്കരിയ, ഒരു 3 പേര് ഉപ്പയെ ഉപ്പ എന്ന് വിളിച്ചപ്പോ എനിക്കങ്ങനെ തോന്നിപ്പോയതാണ്. അപ്പൊ ഇതുവരെ ഉപ്പയെ വിളിക്കാത്ത നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഉപ്പ പറയുന്നു, മോനെ ഞാൻ എന്നോ ക്ഷമിക്കാൻ തുടങ്ങിയതാ. എന്നെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം വരും.
എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അത് ഞാൻ കണ്ണറയെ കണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ ഉപ്പ നമ്മളോട് പറയും. അള്ളാഹുവിന്റെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, റബ്ബി ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഇന്നലെ നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കാണോ? എന്നെയും നിങ്ങളെ എൻ്റെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കാണോ? നമ്മളെ ഉണ്ട്. എന്താ? ഞാൻ ഉമ്മയോട് നല്ല വാക്കാ പറഞ്ഞത്, ഉപ്പയോട് നല്ല വാക്കാ പറഞ്ഞത്. സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ ചുണ്ടനങ്ങുന്നില്ല. കേൾക്കുന്നില്ലെങ്കിലും ഒന്ന് ചുണ്ടനക്കിക്കോളൂ. മാതാപിതാക്കളുടെ കോപത്തിലാകുന്നു എന്ന്. നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം വാങ്ങണം, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടണം, മാതാപിതാക്കളുടെ ഇഷ്ടം നമുക്ക് വാങ്ങണം. അതുകൊണ്ട് അവരോട് നല്ല നിലയിൽ വർത്തിക്കുക. വിശാല മനസ്സ് ഉണ്ടായാൽ സൗകര്യങ്ങൾ ഒരുപാട് സൗകര്യപ്പെടും. ഞാൻ പലപ്പോഴും ദർശിക്കാറുണ്ട്, നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, പള്ളിയിലൊക്കെ വെള്ളിയാഴ്ചയൊക്കെ ഇരിക്കുമ്പോഴേ അങ്ങനെയൊക്കെ കയ്യൊക്കെ കുത്തി കാലൊക്കെ നീട്ടി ഇങ്ങനെ എൻ്റെ ഇങ്ങളെയൊക്കെ കിബിറും ഉള്ള അഹങ്കാരം ഉള്ള സ്വാർത്ഥതയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അവസാനം പള്ളിയിലെ ഇമാം അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഇഖാമത്ത് കൊടുത്താൽ എല്ലാവരും എഴുന്നേറ്റുന്ന ഒരുപാട് സ്ഥലം ബാക്കി. അതെങ്ങനെയാ ബാക്കിയാണ്? പടച്ചോൻ പറഞ്ഞതുപോലെ എല്ലാവരും നിന്നപ്പോൾ, പടച്ചോൻ പറഞ്ഞതുപോലെ എല്ലാവരും ഇരുന്നപ്പോൾ, പടച്ചോൻ പറഞ്ഞതുപോലെ എല്ലാവരും കുമ്പിട്ടപ്പോൾ എല്ലാവർക്കും സ്ഥലമുണ്ട്. അതുപോലെ ഇരിക്കുന്ന നമ്മളൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ ഇരിക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിത്വം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മളുടെ പന്തലിൽ വരുന്ന എല്ലാ കൂട്ടുകാർക്കും ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ടാകും. സൗഹൃദങ്ങൾ നല്ല നിലയിലാകട്ടെ. മാതാപിതാക്കൾ, കുടുംബക്കാരെ ഓർമ്മണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. ഉപ്പയുടെ അനുജൻ, ഉപ്പയുടെ എളാപ്പ, മുത്താപ്പ, അവരുടെ മക്കൾ, അവരുടെ മക്കളുടെ മക്കൾ, അയൽവീട്, അപ്പുറം ഇപ്പുറം, തൊട്ടപ്പുറം, അവിടെ നിന്ന് അങ്ങോട്ട് ഉമ്മയുടെ കുടുംബം, ഉമ്മയുടെ ആങ്ങള, ഉമ്മയുടെ അനുജത്തി, ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ആ വീട്. ഞാൻ അവിടെയൊക്കെ ചോർന്നു പോന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഒന്നും അറിയില്ല. അറിയണം. കുടുംബ ബന്ധം ചാർത്തുന്നവൻ, ഇണങ്ങുന്നവൻ. മുറിച്ചാൽ എന്തുണ്ടാവില്ല? മഴ ഉണ്ടാവില്ല. കൊല്ലൊക്കെ നല്ലോണം മഴ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? വാപ്പിമ്മയൊക്കെ നല്ലോണം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളോട് പലപ്പോഴും പറഞ്ഞു ബന്ധത്തിൽ പോകാൻ. പോയി തിരിച്ചു വന്നു. മോനെ ഈ വീട്ടിൽ പോയി വന്നു. പിന്നെ അവിടെ ആരാ ഉള്ളത്? എനിക്കറിയില്ല. ഉമ്മ ഉണ്ടോ അവിടെ? അറിയില്ല. വാപ്പുണ്ടോ? അറിയില്ല. പിന്നെ ഈ എവിടെയാ പോയത്? ഞാൻ വീട്ടിൽ തന്നെയാ പോയത്. അവിടെ ആരുമില്ലായിരുന്നു? ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തേ കുടിച്ച്? ഞാൻ ചായയും കടിയൊക്കെ കുടിച്ചു. ഒന്നും ചോദിച്ചില്ലേ? ഇല്ല. എടാ, ഉപ്പ പറഞ്ഞു പൂറ കപ്പലിൽ പോയ പോലെ ഒരു ഡയലോഗ് അടിച്ചു. വാപ്പ അവിടെ ഇരുന്നു. അതല്ല, എൻ്റെ മകൻ, എൻ്റെ മകൾ, എന്താണ് എൻ്റെ ഒരു ആവശ്യം തന്നെ തോന്നുന്നില്ല. വളരെ ഹൃദയമായി, ബന്ധമായി പേറി നമുക്ക് വേണ്ടത് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി 11:30 മണിക്ക് നമ്മൾ ചെല്ലുന്നത് കാത്തിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പുഞ്ചിരിക്കാൻ. ഒരു പുഷ്പം, ഒരു സസ്യം കുഴിച്ചിട്ട് അത് തളിർത്തു വന്നു. അതിന്മേലൊരു പൂവുണ്ടായി. ആ പൂവ് ഇങ്ങനെ വിരിയുന്നില്ല, ഇങ്ങനെ നിന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വിരിഞ്ഞപ്പോൾ നമുക്ക് സമാധാനമായി. വാപ്പ പ്രതീക്ഷിക്കുന്നു, എനിക്ക് 3 മൊട്ടുണ്ട്, ഇതുവരെ വിരിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച രാവിലെ ഉപ്പയോട് അസ്സലാമു അലൈക്കും, ഉമ്മയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പുഞ്ചിരി വിടർത്തുമ്പോൾ അവരുടെ തൃപ്തി, അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുമ്പോൾ അവിടുത്തെ തൃപ്തി, നാളെയുടെ മക്കളായി ഞാനും നിങ്ങളും നിവസിക്കുമ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാർക്ക് പെരുത്ത് സന്തോഷമാകും. അങ്ങനെ ആകില്ലേ? ആവൂലേ? പ്രതീക്ഷിക്കുന്നില്ലേ? ആവണ്ടേ? വിരിയണ്ടേ? അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളായി ഈ സന്താനങ്ങളാകുന്ന നിങ്ങളും ഞാനും മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.